ഹേ ഗായ്സ്, ഈദ് മുബാറക്. പെരുന്നാളായി 30 നോമ്പും കഴിഞ്ഞു. ഒരു മാസം പോയ വഴി അറിഞ്ഞില്ലല്ലേ. അങ്ങനെ 30 നോമ്പും കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ രാവിലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാം. ഇവിടെ എല്ലാ പെരുന്നാൾക്കും രാവിലെ പഴംപൊരി ഉണ്ടാക്കലല്ലോ മൈലത്തൂരിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പം നമ്മളെ വീട്ടിലൊക്കെ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ചായക്ക് കടി തന്നെ ഉണ്ടാക്കും ഇങ്ങനെ. അപ്പം എനിക്ക് അത് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് രാവിലത്തേക്ക് പുട്ടും ചിക്കൻ കറിയും ആക്കി തന്ന. അങ്ങനെ പിന്നെ ഉച്ചക്കൊക്കെയുള്ള ബിരിയാണീൻ്റെ മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിക്കണ്. ഇന്ന് സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ്. പായസം ആകെ ഫ്ലോപ്പായി, പാല് ഫുൾ പിരിഞ്ഞുപോയി. അപ്പോൾ പായസം അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത്. പിന്നെ പുഡിങ് ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുഡിങ് ഫ്രിഡ്ജിലുണ്ട്. സ്വീറ്റ്സായിട്ട് പുഡിങ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബിരിയാണി ഉച്ചക്കൊക്കെ ആക്കി. ഇനിയിപ്പോൾ വൈകുന്നേരം അവർക്കൊക്കെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് പ്ലാൻ ആയിട്ടില്ല. പിന്നെ ഇപ്പോൾ പള്ളിക്ക് പോയി. ഇവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ, എല്ലാവരും ദുബായിലെത്തി. ഓരോ പെരുന്നാളൊക്കെ ഇന്നലെ കഴിഞ്ഞു. സൗണ്ട് കൊണ്ട് ഓരോ പെരുന്നാളൊക്കെ ഇന്നലെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്നത്തെ പെരുന്നാളിന് ആഘോഷിക്കാൻ ഇവിടുത്തെ 3 ആൺകുട്ടികളും ഇല്ല, എല്ലാവരും പുറത്താണ്. ഇപ്പോൾ നാട്ടിൽ ഒരു പേസ് മേക്കറിൻ്റെ സർജറി കഴിഞ്ഞിനി. അപ്പോൾ അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി ഇപ്പോൾ വന്നതുകൊണ്ട് ഇപ്പോൾ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഇവിടെ പെരുന്നാൾ കിട്ടി. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാനും ഉമ്മയും താത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അപ്പം നമ്മൾ കുളിച്ച് മാറ്റിയിട്ടൊക്കെ കാണാം. കുളിച്ച് മാറ്റി നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കണം. എന്നിട്ട് ബാക്കി സാലഡ് ഇതൊക്കെ ഉണ്ടാക്കാണ്ട് കണക്കാം. പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി ഇപ്പോൾ പള്ളിക്ക് പോവുകയാണ്. ഇപ്പോൾ ക്യാമറയുടെ മുന്നേ നിൽക്കേനോ, അപ്പോൾ കണ്ട് തിരിഞ്ഞ് നടിക്കാറിനിപ്പോൾ പോവുകയാണ്. ഇനി വിളിച്ചാലും തിരിഞ്ഞു നോക്കൂല പറഞ്ഞിട്ടുള്ള പോക്ക്. ചായ കുടിക്കാൻ ഇന്നിപ്പോൾ ഉമ്മ ഇവിടെ ഞാൻ പഴംപൊരി കഴിക്കാത്തതുകൊണ്ട് ഉമ്മ പുട്ടും ചിക്കൻ കറിയും ആക്കി തന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഉച്ചക്കൊക്കെയുള്ളതൊക്കെ ഏകദേശമൊക്കെ സെറ്റായി മാറ്റി. ഇപ്പോൾ രാവിലെ തന്നെ ഇങ്ങോട്ടും ഒരുങ്ങി പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. മാറ്റി കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നമ്മളിവിടെ താഴെ തന്നെയാണ് എളാപ്പൻ്റെ വീട്. അവിടുന്ന് എല്ലാവരും കൂടി ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു. ചെമ്മീൻ ബിരിയാണി, നല്ല കിടിലൻ ചെമ്മീൻ ബിരിയാണിയൊക്കെ കഴിച്ച്. പിന്നെ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് കാക്കും മഞ്ഞത്തേക്ക് കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇവിടെ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞ് ബീച്ചിലേക്കൊക്കെ പോയി. ബീച്ചിൽ പോയിട്ട് അവിടെ ബീച്ചിൽ ഒരാളെ കണ്ടിട്ടോ, ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. ആളാകെ നിരാശക്കാമകനായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞ ഒറ്റക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചോദിക്കണം എന്നൊക്കെ ഉണ്ടേന് എന്താ പ്രശ്നം എന്നുള്ളത്. ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളോട് നിങ്ങളാരാ ചോദിക്കുക പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇളിയൂരെ. അതുകൊണ്ട് പിന്നെ ചോദിച്ചില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വരികയാണ്. റിട്ടേൺ വീട്ടിലോട്ട് വരുന്ന മുന്നേ ഫോട്ടോ എടുക്കണം. ബീച്ചിൽ പോയിട്ടൊരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ എന്നുള്ള പരാതി പറച്ചിലാണ് എല്ലാവർക്കും. അങ്ങനെ ഒരു ഇട്ടാപ്പൊട്ടി വാങ്ങി. ഇട്ടാപ്പൊട്ടിക്ക് വേണ്ടിയിട്ട് അടി ഒരിൻ്റെ ചെറിയാനിത്തി എല്ലാവരും കാൽമേലിട്ട് പൊട്ടിക്കത്. എല്ലാവരും കാലിട്ടിട്ട് ബംഗാളി വരണ്ടിൻ്റെ കാൽമേലിട്ട് പൊട്ടിച്ച്. ഇതാണ് ആ പൊട്ടിച്ചാൾ, വണ്ടിയിലിരിക്കുന്ന ആളാണ് പൊട്ടിച്ചാൾ. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി തിരിച്ച് ഞങ്ങളിങ്ങോട്ട് വൈലത്തൂർക്ക് വന്നപ്പോഴത്തേനും ഒരു നേരമായിക്കണ്. അത്ര ലൈറ്റായിട്ടൊന്നുമില്ല, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ തിരിച്ച് റിട്ടേൺ എത്തിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.